പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനിവിടെ സംസാരിക്കുവാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമേറിയതും ഏവരും ചിന്തിക്കേണ്ടതും ഇന്ന് നമ്മുടെ സമൂഹത്തിന് വളരെ വെല്ലുവിളിയുമായിരിക്കുന്നതെന്നാണ്. അത് യുവതലമുറയുടെ ലഹരി ഉപയോഗം. എന്നാൽ ഇതിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുവാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ലഹരി എത്ര കുടുംബങ്ങളെയാണ് ഇല്ലാതാക്കിയുള്ളത്, എത്ര മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെയാണ് ഇല്ലാതാക്കിയുള്ളത്. ഒരു യുവാവിനെ സംബന്ധിച്ച് അവരുടെ കണ്ണുകളിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകാം. അതിലെല്ലാം അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ സമൂഹത്തിനും ഒരുപാട് പ്രതീക്ഷകളുണ്ടാകാം. എന്നാൽ ലഹരി എന്നൊരു തെറ്റായ തീരുമാനം അതിനെല്ലാം ഇല്ലാതാക്കുകയാണ്. ആദ്യം ഒരു രസം അല്ലെങ്കിൽ ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഈ ലഹരി പോലെയുള്ള കാര്യങ്ങൾ അവസാനം കൊലപാതകം പോലെയുള്ള വലിയ തെറ്റായ കാര്യങ്ങളിലേക്കാണ് ചെന്ന് വീഴുന്നത്. പ്രിയപ്പെട്ടവരെ, ലഹരി എന്നത് ഒരു നിസ്സാര വസ്തുവല്ല, പകരം അതൊരു കുടുംബത്തിൻ്റെ തകർച്ചയാണ്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കണ്ണീരാണ്. ഒരു മാതാവിൻ്റെ പ്രതീക്ഷയുടെ തകർച്ചയാണ്. ഒരു യുവാവിൻ്റെ ഭാവിയുടെ അവസാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ പറയുകയാണ്, വിശ്വസിച്ചവരെ, മദ്യവും ചൂതാട്ടവും പിശാചിൻ്റെ പ്രവൃത്തികളാണ്, അതുകൊണ്ട് അതിനെ പൂർണ്ണമായും വിട്ടൊഴിവിൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കും. അള്ളാഹു ഇവിടെ പറഞ്ഞത് കുടിക്കരുത് എന്ന് മാത്രമല്ല, പകരം അതിനെ പൂർണ്ണമായും വിട്ടൊഴിവിൻ എന്നാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? അതായത് അതിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ലഹരിയിലേക്ക് എത്തുന്ന ഏതൊരു സാഹചര്യവും, അതിലേക്ക് എത്തുന്ന കൂട്ടുകെട്ടും വഴിയും എന്തുമാകട്ടെ, അതിനെല്ലാം നാം പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറയുകയുണ്ടായി, കുല്ലു മുസ്കിൻ ഹറാം. മദ്യം അല്ലെങ്കിൽ ലഹരി ഉണ്ടാക്കുന്ന എന്തുമാകട്ടെ അതെല്ലാം ഇസ്ലാം വിലക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, അള്ളാഹു നമുക്ക് എണ്ണി തീർക്കാവുന്നതിലധികമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ബുദ്ധി, സൗന്ദര്യം, ആരോഗ്യം, ഭക്ഷണം, വെള്ളം, വസ്ത്രം തുടങ്ങി ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിനെല്ലാം നാം നന്ദി പറയുന്നുണ്ടോ? നാം ഒന്ന് ചിന്തിക്കൂ. നാം ഇതിന് അള്ളാഹുവിനോട് നന്ദി പറയുന്നുണ്ടോ? അല്ലെങ്കിൽ നാം ഇതിനെ നല്ല രീതിയിൽ നോക്കേണ്ടേ? നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതിനെ നാം തിരിച്ച് നല്ല രീതിയിൽ തന്നെയാണ് അള്ളാഹുവിന് നൽകേണ്ടതും. അതായത് ബുദ്ധിയെ മയക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം നാം ഉപയോഗിക്കരുത്. അതുകൊണ്ട് ലഹരി എന്ന ഈ പദാർത്ഥങ്ങൾ ബുദ്ധിയെ പൂർണ്ണമായും മയക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ബുദ്ധിയെ മയക്കുന്ന ഈ ലഹരിയെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം ഖുർആനിൽ പറയുകയാണ്, നിങ്ങളെ കൈകളാൽ തന്നെ നശിപ്പിക്കരുത്, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നു. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥാനം, നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ബുദ്ധി, ഇതിനെയെല്ലാം നാം കാരണം തന്നെ ഒരിക്കലും നാം അവരെ നശിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാവിയുടെ കൈകൾ അല്ലെങ്കിൽ ഭാവിയുടെ തലമുറ എന്നത് ഇന്ന് നമ്മുടെ യുവതലയുടെ കൈകളിലാണ്. അതിനാൽ നാം യുവതലമുറയെ സംരക്ഷിക്കണം. യുവതലമുറയെ ഒരിക്കലും ഈ ലഹരിയോ കൊലപാതകമോ കാരണം അങ്ങനെ തീർന്നു പോകാനുള്ള ഒരു സംഭവമേ അല്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാം, ഒട്ടനവധി കാര്യങ്ങളിലേക്ക് നമുക്ക് നേട്ടങ്ങൾ നേടിക്കാമെന്ന്. ഇൻഷാ അല്ലാഹ് ഇനി തൊട്ട് നമുക്ക് അള്ളാഹുവിനെ തിരഞ്ഞെടുക്കാം, ലഹരിയോടില്ല ജീവിതത്തോട്. അതെ ഇൻഷാ അല്ലാഹ് സുന്നത്തിനെ മുറുകെ പിടിക്കാം, ഖുർആനിനെ മുറുകെ പിടിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.